അവൻ പറഞ്ഞു മുട്ടുകാരനൊക്കെ വേദനയാണ്, അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്നു. അവൻ പറഞ്ഞു വീണ്ടും രോഗം വന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തോന്നി ഇവൻ ഇച്ചിരി ഓവർ വെയിറ്റാണ്. ഞാൻ പറഞ്ഞു നീ ആഹാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അവൻ പറഞ്ഞു ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്, പറ്റാത്തതുകൊണ്ടാണ്. ഡോക്ടറും പറഞ്ഞു അമിത വെയിറ്റ് ഉള്ളതുകൊണ്ട് കാലും അതിലേക്ക് ഓരോ ജോയിൻസൊക്കെ, ഈ ജോയിൻസിനൊക്കെ ഇത്ര കപ്പാസിറ്റി ഉള്ളേ, ഇത് താങ്ങാനുള്ള കെൽപ്പില്ല, ഓരോരോ വേദന വരും. അപ്പം അദ്ദേഹത്തിന് മോചനം കിട്ടേണ്ടത് ആഹാരപ്രിയത്തിൽ നിന്നാണ്, ഭക്ഷണാസക്തിയിൽ നിന്നാണ്. അപ്പം ഏതെങ്കിലും ആസക്തികളിൽ, 7 ആസക്തികളിൽ നിന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മോചനം നൽകും. ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം, ആരാധനയിലോ വിശുദ്ധ കുർബാനയിലോ പറഞ്ഞ് പ്രാർത്ഥിക്കാം, കുമ്പസാരത്തിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. ആഹാരപ്രിയമുണ്ട്, അടുത്ത കുമ്പസാരത്തിനോട് വീണ്ടും പറയണം. ആഹാരപ്രിയം മൂലം കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട്, കുടുംബത്തിൽ ചിലപ്പോൾ തർക്കം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ ഏതെങ്കിലും ഒരു തിന്മ മൂലം നമുക്ക് ആ പാപം പ്രബലപ്പെടാം. ഏത് പാപമാണ് നമ്മുടെ പ്രബലമാണെന്ന് ഓർത്താൽ ദൈവത്തിൽ നിന്ന് ദൈവത്തിന് അതിന് മോചനം നൽകാനാകും. അഹങ്കാരം ആത്യന്തികമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. കുറെ പേർ സ്വർഗത്തിലുണ്ടായിരുന്നു, വളരെ നല്ലവരായിരുന്നു. അവർ സ്വർഗത്തിൽ ആരംഭം മുതലേ വിശുദ്ധരായിരുന്നു. ഒരു സ്വർഗത്തിൽ നിന്ന് മിഖായേൽ സംഘവും പുറത്താക്കി. ആരാന്നറിയാമോ? ഒരു ആരംഭം മുതലേ നല്ലവരായിരുന്നു. എന്തൊരു ദുരിതം നോക്കി, നല്ലവരായിരുന്നു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവരെ ലൂസിഫറും സംഘവും എന്തായിരുന്നു അവരുടെ പാപം? പ്രൈഡ്, അഹങ്കാരം. അപ്പൊ അഹങ്കാരം മൂലം ദൈവം അവരെ പുറത്താക്കി, സ്വർഗത്തിൽ നിന്ന് ഒരു ഏറ് വെച്ച് കൊടുത്തു. എങ്ങോട്ടാണ് എറിഞ്ഞിരിക്കുന്നത്? എവിടെയൊക്കെ? ഭൂമിയിലേക്കാണ് എറിഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ കൂടെ ഉണ്ട്. എവിടെയൊക്കെ ഇറങ്ങി നോക്കിയിരിക്കുക. വെളിപാടിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ തോപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഏറ് വെച്ച് കൊടുത്തു. ഞാനൊരിക്കലും ഇരുന്ന് പണ്ട് ചിന്തിക്കുമായിരുന്നു, ദൈവം ഈ ചെറുത്താനേക്ക് ഭൂമിയിലേക്ക് എറിഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെടാണല്ലോ. അപ്പോൾ ഞാൻ മാലാഖമാരവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം ഒരു ജ്ഞാനം നൽകി. മാലാഖമാർ സുഖമായിട്ടല്ല ഇരിക്കുന്നത്, പിശാചിനെ മുഴുവൻ അത് തോപ്പിച്ച് പുറത്താക്കി. ഹല്ലേലൂയ. ഇനി അടുത്ത ചുമതല എന്താണ്? വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നാം ഈ പിശാചിനെ ഇവിടുന്ന് പുറത്താക്കി അഗ്നി തടാകത്തിൽ, പാതാളത്തിൽ എറിഞ്ഞ് മുദ്ര വെച്ച് സീൽ ചെയ്യണം. ഹല്ലേലൂയ. അതിനെ വെളിപാടിന്റെ പുസ്തകത്തിൽ നാം വെളിപ്പെടുത്തി തരിക. നീ പിശാചിനെ തോൽപ്പിക്കണം. പിശാചിനെ തോൽപ്പിച്ചിട്ട് അവനെ അഗ്നി തടാകത്തിൽ എറിഞ്ഞ് മുദ്ര വെക്കുമ്പോഴാണ് ആത്യന്തികമായിട്ട് നമുക്ക് വിജയം കിട്ടുന്നത്. ഈ അഹങ്കാരം എന്ന് പറയുന്നത് 5-6 തരം അഹങ്കാരമുണ്ട്. ഒന്നാമത്തെ അഹങ്കാരമാണ് ആത്മീയ അഹങ്കാരം. നമുക്ക് പ്രാർത്ഥന, നല്ല ഉപവാസമൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് നോക്കി പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, അങ്ങനെ ചിലപ്പോൾ അങ്ങനെ അവിടെ കുറ്റമൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആത്മീയ അഹങ്കാരത്തിൽ നിന്ന് എളിമപ്പെടുമ്പോൾ, സ്വന്തം കുറ്റം കണ്ടുപിടിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മോചനം ലഭിക്കും. മറ്റൊരു അഹങ്കാരമാണ് എസെക്കിയേൽ ചാപ്റ്റർ 28, ഇന്റലക്ച്വൽ പ്രൈഡ്. ബുദ്ധിയുണ്ടെങ്കിൽ നമ്മൾ ഇന്റലക്ട് ദൈവത്തിന് സമർപ്പിക്കില്ല. വിശ്വാസത്തിന്റെ കുറവ് സംഭവിക്കും. വിശ്വാസം എന്ന് പറയുന്നത് അവർ ഇന്റലക്ട് ആൻഡ് അവർ വിൽ ദൈവത്തിന് സമർപ്പിക്കും. ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ നാം ആഴപ്പെടുന്നത്. മറ്റൊരു അഹങ്കാരം ബൈബിളിൽ പറയുന്നതാണ് പ്രൈഡ് ഓഫ് ബ്യൂട്ടി. സൗന്ദര്യമുള്ളവർക്ക് അഹങ്കാരമുണ്ട്. സൗന്ദര്യമുണ്ടെന്നുള്ള അഹങ്കാരമുണ്ട്. അമേരിക്കയിൽ വന്നപ്പോൾ ഒരു സ്ത്രീക്ക് വളരെ ദുഃഖിതയായിട്ട് കാണപ്പെട്ടു. അപ്പോൾ പറയായിരുന്നു, കോളേജിൽ വളരെ ബ്യൂട്ടി ആയിരുന്നു, അമേരിക്കയിലൊക്കെ വന്ന് എന്തോ പറ്റി, വളരെ ബ്യൂട്ടി പോയി, ആൾ ഡിമ്മായി പോയി, ബ്യൂട്ടിയായിട്ട് നടന്നിരുന്നു. അപ്പോൾ ട്രസ്റ്റ് ചെയ്തിരുന്നത്, ആള് ബലപ്പെട്ടിരുന്നത് ഈ സൗന്ദര്യത്തിലായിരുന്നു. അപ്പൊ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 12 വേഴ്സ് 4, the fools are always enjoying and they are happy outside appearance. വിഡ്ഢികൾക്ക് ബാഹ്യരൂപം ആഹ്ലാദം ജനിപ്പിക്കും. ആർക്കാണ് ബാഹ്യരൂപം ആഹ്ലാദം? വിഡ്ഢികൾ. എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു, വിഡ്ഢികൾക്ക് ബാഹ്യരൂപം ആഹ്ലാദമാണ്, അത് ബോഷത്വമാണ്. ഇപ്പൊ ദൈവം ആന്തരിക ഭാവത്തെ നോക്കുന്നവനാണ്. ഹൃദയവും മനസ്സും ദൈവം നോക്കുന്നവനാണ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 21 to 23, 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം ഹൃദയത്തെ പരീക്ഷിക്കുന്നവനും മനസ്സിനെ പരിശോധിക്കുകയും ചെയ്യും. ദൈവം മനസ്സിനെ പരിശോധിക്കുന്നു, ഹൃദയത്തെ പരീക്ഷിക്കുന്നു. ഇപ്പൊ ഏതെങ്കിലും സൗന്ദര്യത്തിന്റെ അഹങ്കാരം, സമ്പത്തിന്റെ അഹങ്കാരം, പഠിപ്പിന്റെ അഹങ്കാരം, ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമുണ്ടോ? അച്ചീവ്മെന്റ്. ചിലർക്ക് വീടൊക്കെ വെച്ചതിന് ചിലപ്പോൾ അഹങ്കാരിക്കായിട്ടിരിക്കും, വാഹനം, അതിലൊക്കെ അഹങ്കരിച്ചു പോകണം. ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമുണ്ടോ? വേണമെങ്കിൽ നിങ്ങൾക്ക് കടലാസിൽ ഇവിടെ പറയുന്ന പാപങ്ങളൊക്കെ എഴുതിയെടുക്കാം. അപ്പൊ ഞാൻ പുറയിൽ ആരോടെ പറഞ്ഞൊരു ചെറിയ കടലാസ് കൊടുത്തേരെ. അപ്പൊ അയാൾ പറഞ്ഞു, ചെറുതാക്കണ്ട, ഫുൾ ഷീറ്റ് ആയിക്കോട്ടെ. ഹല്ലേലൂയ, ഫുൾ ഷീറ്റ് ആകട്ടെ. ഇന്നലെ വേറെ ആളോട് ഞാൻ പറഞ്ഞു, അയാൾ പറഞ്ഞു കടലാസല്ല, ഒരു ബുക്ക് തന്നെ ആയിക്കോട്ടെ.
ഒത്തിരി പാപങ്ങളുള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാം ഏറ്റുപേറ്റ് പറയുമ്പോഴാണ് നമുക്കതിൽ നിന്ന് മോചനം ദൈവം നൽകുന്നത്. 7 മൂലപാപങ്ങളിൽ നിന്ന് ദൈവം ഈശോയ്ക്ക് നമുക്ക് വിടുതൽ നൽകാനാകും. ഈശോയുടെ നാമം ഏറ്റുപറയാൻ വിശുദ്ധർ പറയും. ഇവിടുത്തെ ഈശോ എന്ന് ഏറ്റുപറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞ് ഏതെങ്കിലുമൊക്കെ പാപത്തെ മോചനം നമുക്ക് ലഭിക്കാൻ ഇടവരും. ഹല്ലേലൂയ. ദൈവമേ കരുണ തോന്നണമേ, ഈശോയെ കരുണ തോന്നണമേ, ഈശോയെ കരുണ തോന്നണമേ. മറ്റൊന്നാണ് അത്യാഗ്രഹം. അത്യാഗ്രഹം ഒത്തിരി സമ്പത്തിനോടുള്ള അത്യാഗ്രഹമാകാം, വസ്തുവകളോടാകാം. പിന്നീട് അവരെ തന്നെ നശിപ്പിക്കാൻ ഇടവരും. കഴിഞ്ഞ ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ തോന്നി, നിങ്ങൾ ഒത്തിരി പണം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി പണം ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു, പണം ഉണ്ടാക്കി, ഒത്തിരി പൈസ കൊടുത്ത് വീട് വാങ്ങി, ഇപ്പം കടം വീട്ടാൻ കഷ്ടപ്പെടാം. അത്യാഗ്രഹം, വലിയ വീട് വേണം, വലിയ വീട് വേണം, വാങ്ങിക്കൂട്ടി. ഇപ്പോൾ പ്രശ്നമായി. ഇപ്പം ഞാൻ പറഞ്ഞു വിറ്റുകൂടെ, നീ എങ്ങനെ വിറ്റാ വില കുറഞ്ഞു പോയി. അപ്പം അതിലും വലിയ പ്രശ്നം. അപ്പോൾ അവർക്ക് കെണിയായി തീരാണ്. എപ്പോഴും അത്യാഗ്രഹങ്ങൾ ഒത്തിരി വാങ്ങിക്കൂട്ടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. അസൂയ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഏതെങ്കിലും സൗന്ദര്യമോ